Like any other campuses, Government Engineering College Thrissur also faces a major challenge of uncontrolled usage of non-recyclable waste. To counter this, Government Engineering College Thrissur is committed to promote environmental sustainability and environmental responsibility within our campus community. We are launching the Zero Waste Government Engineering College Thrissur project and strictly implementing the Green Protocol to achieve this. These initiatives aim to minimize waste generation, enhance recycling efforts, and cultivate a culture of environmental stewardship among students, faculty, and staff. അതെങ്ങോട്ടാണല്ലോ വരുന്നേ? ഇതെന്താ ഇത്? കണ്ടിട്ട് തൃശ്ശൂരിലെ കുമ്മാട്ടിക്കളിയിലെ കരടി വേഷം പോലെ ഉണ്ടല്ലോ. ഇത് വേഷം കെട്ടിയതല്ലേ? നമ്മുടെ കോളേജിൽ ഒറിജിനൽ കരടിയുണ്ട്, ശുചിത്വമില്ലായ്മയുടെ പ്രതീകം. നമ്മുടെ ക്യാമ്പസിന്റെ മറ്റൊരു മുഖം. പ്രകൃതിയെയും മണ്ണിനെയും മറന്നുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ ജീവിതം. ശരിയാ, അവരെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഈ ക്യാമ്പസിൽ തുടങ്ങണം. ആ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കണം. ശുചിത്വം ഏതൊരു വ്യക്തിയുടെയും ബേസിക് ആയിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ശീലിച്ചു പോന്നാൽ നമ്മളത് ആജീവനാന്തം ജീവിതത്തിൽ മൊത്തം അത് പാലിക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് കുട്ടികളിൽ ഇതെങ്ങനെയാണ് ശുചിത്വം ക്യാമ്പസിൽ ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കോളേജ് ഒരു 75 ഏക്കറിൽ ചേറൂര് മുതൽ വിയൂര് വരെ പടർന്നു കിടക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പസിൽ പലരും പുറത്ത് നിന്നുള്ളവർ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതും കൂടി നമ്മുടെ കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വമാണ്. കുട്ടികൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ജീവനക്കാരും ഇത് കണക്കിലെടുത്തിട്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കുക. ആരെങ്കിലും വലിച്ചെറിയുന്നത് കാണുകയാണെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക. അതിന് മേൽ നമ്മൾ നടപടിയെടുക്കുന്നതായിരിക്കും. നമ്മുടെ ക്യാമ്പസ് ഒരു ടെക്നിക്കൽ സ്ഥാപനം എന്ന നിലയിൽ ഫുഡ് വേസ്റ്റ്, സാധാ വേസ്റ്റ് എന്നതിൽ ഉപരി ഈ വേസ്റ്റ് എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് അതൊരു പ്രോജക്റ്റായിട്ട് അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ വേസ്റ്റുകളെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം എന്ന കാര്യത്തിൽ പ്രോജക്റ്റുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഗവേഷക വിദ്യാർത്ഥികൾക്കും അതുമേൽ എന്ത് കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. Waste segregation and collection. A. Color-coded bins. Use separate bins for organic, recyclable and non-recyclable waste. B. Designated collection points. Place bins at convenient locations such as nearby cafeterias, classrooms and comfort stations. C. Regular collection schedules. Ensure timely collection and disposal of waste. ആ ജീവി മാലിന്യങ്ങളെ തരംതിരിക്കുന്നത് കണ്ടില്ലേ? നമുക്കും അതുപോലെ നമ്മുടെ ക്യാമ്പസിലെ ബയോ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നീ ആദ്യം തന്നെ വീട്ടിൽ തുടങ്ങണം. പിന്നെ ഞാൻ വേസ്റ്റ് ഇങ്ങനെ വലിച്ചെറിയരുത് കേട്ടോ. നമ്മുടെ ക്യാമ്പസിൽ സീറോ വേസ്റ്റ് GCD ബോർഡ് കണ്ടിട്ടില്ലേ? അതിലാണ് ഇടേണ്ടത്. ഇങ്ങനെ വേസ്റ്റ് വലിച്ചെറിയുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവര് ഫൈൻ ഈടാക്കുന്ന കേട്ടത്. പിന്നെ പലയിടത്തും CCTV ക്യാമറയും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേസ്റ്റ് വലിച്ചെറിയുന്നവരുടെ ഡീറ്റെയിൽസ് അറിയിക്കാൻ ഒരു ആപ്പും റെഡിയാക്കിയിട്ടുണ്ട് അത്രേ. മാലിന്യം
പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ കോളേജ് ക്യാമ്പസിൽ സ്ഥിരമായ ഒരു സംസ്കാരം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അത് കേവലം ഒരു ബോധവൽക്കരണ പരിപാടി എന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കേണ്ടതുണ്ട്. നമുക്ക് കൈകോർക്കാം, നമുക്ക് ആരംഭിക്കാം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മാലിന്യമുക്ത ക്യാമ്പസിനായി. കേരളത്തിൻ്റെ പൊതുബോധത്തിൽ വേസ്റ്റ്, മാലിന്യം എന്നിവ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ചില തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അലക്ഷ്യമായി വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതും ശാസ്ത്രീയമല്ലാതെ വലിച്ചെറിയുന്നതും ആയിട്ടുള്ള ചില ഹാബിറ്റ്സ് മലയാളികളുടെ പൊതു ഇടങ്ങളിലുള്ള പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രാഥമികമായി വേസ്റ്റിനെ അടുത്തറിയുകയും വേസ്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വേസ്റ്റ് പലപ്പോഴും വളരെ മൂല്യമുള്ള വസ്തുക്കളാക്കി മാറ്റാൻ കഴിയുന്നതുൾപ്പെടെ നമ്മുടെ പരിസരവും പ്രദേശങ്ങളും ഒക്കെ ഏറ്റവും വൃത്തിയുള്ള പ്രദേശമാക്കി മാറ്റുന്നതിന് വേസ്റ്റിനോടുള്ള സമീപനത്തിൽ കൃത്യമായ ഒരു മാറ്റം കുട്ടികളായിരിക്കുമ്പോൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ ആ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് കൃത്യമായ ബോധപൂർവമായ ഒരു ക്യാമ്പയിൻ സർക്കാർ തലത്തിൽ തന്നെ നടന്നു വരുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ക്യാമ്പസിനും തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനും ഈ ഉദ്യമത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നതല്ല. നമ്മളും ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ ക്യാമ്പസിൽ ഗ്രീൻ പ്രോട്ടോകോൾ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ PTA കൂടി ഒരുമിച്ച് ചേർന്ന് സീറോ വേസ്റ്റ് GECT എന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, അനധ്യാപകർക്ക് എല്ലാവർക്കുമാണ്. നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാകുന്ന വേസ്റ്റ് കൃത്യമായി തിരിച്ചറിയുകയും അത് വലിച്ചെറിയാതെ അത് ഇനം തിരിച്ച് അതാത് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ള ഏറ്റവും പ്രാഥമികമായ കർത്തവ്യമാണ് നമ്മൾ ഏറ്റെടുക്കാൻ ചെയ്യേണ്ടുള്ളത്. അലക്ഷ്യമായി വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാതിരിക്കുക എന്നുള്ള ഏറ്റവും പരമപ്രധാനമായ ആ ധർമ്മം നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടി നമ്മുടെ ക്യാമ്പസ് ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും ശുചിത്വമുള്ള, ഏറ്റവും മനോഹരമായ ഒരു ക്യാമ്പസായി തീരും. നമ്മുടെ കോളേജിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഉണ്ടായ ഏറ്റവും നോബിളായ ഒരു ഇനീഷ്യേറ്റീവായി ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ പ്രൊജക്റ്റിനെ കാണാം. ഈ പ്രൊജക്റ്റിലൂടെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന മഹത്തായ ഒരു ആശയം നമ്മുടെ കോളേജിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. വിദ്യാർത്ഥികളാണ് ശരിക്കും ഈ ഒരു പദ്ധതിയുടെ ജീവനാഡി എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ നമ്മൾ ഈ പരിപാടിയുമായി ഒന്നിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മുഖേനയാണ്. ഒന്ന് കോളേജ് യൂണിയൻ മുഖേനയും രണ്ടാമത്തേത് NSS മുഖേനയും. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉള്ളിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ NSS വളണ്ടിയേഴ്സ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോളേജ് ലെവലിൽ പുറമേയുള്ള കാര്യങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾ കോളേജ് യൂണിയൻ്റെ ഭാഗത്തു നിന്നുമാണ് നടപ്പാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി കുറേ വളണ്ടിയേഴ്സിനെ ഉണ്ടാക്കുകയും ആ വളണ്ടിയേഴ്സെ വെച്ച് അവർ ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യും. ഈ കോളേജിൽ ഈ പരിപാടികൾക്കായി നേതൃത്വം കൊടുക്കുന്നത് ശരിക്കും അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസറായിട്ട് വരുന്നത് സർജൻ്റാണ്. അതിൻ്റെ സ്റ്റാഫ് ഇൻചാർജായിട്ട് വരുന്നത് ഈ ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ ചാർജുള്ള ഡോക്ടർ വിനോദ് റാഫേൽ സാറാണ്. അപ്പോൾ കുട്ടികൾ അവരുടെ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് സർജന്റിനാണ്. പിന്നെ നമ്മുടെ ജില്ലാ തലത്തിലുള്ള അതോറിറ്റീസുമായിട്ട് നമ്മുടെ കോളേജ് ഭാഗത്തു നിന്നുമുള്ള ഇതുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും വിനോദ് റാഫേൽ സാർ ആയിരിക്കും. അപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് KTUവിൻ്റെ ഇതിനുള്ളിൽ തന്നെ നിന്ന് ആക്ടിവിറ്റി പോയിന്റ് കൊടുക്കാനും അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മാർക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് പോലും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഇനീഷ്യേറ്റീവുമായി കുട്ടികൾ സർവാത്മന ഒത്തുചേർന്ന് കുട്ടികളും സ്റ്റാഫും എല്ലാവരും ഒന്നിച്ചിട്ട് നല്ല രീതിയിൽ ഈ പരിപാടി ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ കോളേജിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. Waste reduction and minimization. A. Minimize single-use plastics. Promote reusable bags, water bottles, and food containers. B. Implement recycling programs. Recycle paper, plastic, glass, and metal. C. Reduce paper usage. Encourage digital notes, reports, and assignments. ഇതെന്തിനാ ഇത് വെള്ളം ഒഴിച്ച് കിടത്തുന്നത്?
ഈ പ്ലാസ്റ്റിക് പോലുള്ള ഭീകരരെ കത്തിച്ച അതിന് പുക ശ്വസിച്ച് ക്യാൻസർ ഒക്കെ വരുമെന്ന് നിനക്കറിയില്ലേ? എന്നാ വേഗം പോവാ. എന്തൊരു മണം. ദേ ഈ തെർമോക്കോള് കണ്ടില്ലേ? പ്ലാസ്റ്റിക്കുകളിൽ ഏറ്റവും അപകടകാരിയാണിത്. നമ്മുടെ കോളേജിലെ മിക്ക സ്റ്റേജ് ഷോകൾക്കും പരസ്യ ബോർഡുകളായി ഉപയോഗിക്കുന്നത് ഈ തെർമോക്കോൾ കൊണ്ടുള്ള ലെറ്റേഴ്സ് ആണ്. തെർമോക്കോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസ്പ്ലേ ബോർഡുകൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. വേസ്റ്റ് മാനേജ്മെന്റ് ഗ്രീൻ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശുചിത്വം, ക്ലൻലിനെസ് എന്നുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള കടമ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും പുലർത്തേണ്ടതാണ്. അതായത് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഗോൾ ഓർ എയിം ഓർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷനാണ്. എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഘട്ടത്തിലാണ് ലോകം മുഴുവൻ എത്തി നിൽക്കുന്നത്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എൻവയൺമെന്റിനെ വൃത്തിയായും വെടിപ്പായും അത് സംരക്ഷിതമായിട്ടും അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കടമ, ഉത്തരവാദിത്വം എല്ലാവരിലും നിക്ഷിപ്തമാണ്. അത് സ്റ്റുഡൻസ് ആയാൽ മാത്രം പോരാ, സ്റ്റാഫിലേക്കും ആ പറയുന്ന ആ ഒരു മെസ്സേജ് എല്ലാവരിലും എത്തണം. അത് ഏത് സ്റ്റാഫായാലും അത് പാലിക്കാനായിട്ടും സ്റ്റുഡൻസ് ആയിട്ട് പാലിക്കാൻ തയ്യാറാണ്. പ്രധാനമായിട്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം കത്തിക്കരുതെന്ന് പറയും. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം കത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊല്യൂഷൻ അഥവാ മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ വരികയും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അത് കഴിയുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ശരിക്കും സ്കൂളുകളിൽ തുടങ്ങുന്ന കാര്യമാണ് ശരിക്കും. എങ്കിലും നമ്മളുടെ പാരൻസും നമ്മുടെ ടീച്ചേഴ്സും മുഴുവനായിട്ടും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഒരു പോരായ്മ നിലവിൽ നിൽക്കുന്നുണ്ട്. ആ പോരായ്മകൾ നമ്മൾ നികത്താൻ കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു ഇനീഷ്യേറ്റീവ് GC സീറോ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നമ്മൾ തുടങ്ങുന്നതെന്ന് അർത്ഥം. എനിക്ക് ഏറ്റവും അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഊർജ്ജ സംരക്ഷണം എന്ന് പറയുന്നതും അതിനോടനുബന്ധിച്ച് നമ്മൾ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ബദ്ധരാകേണ്ടതാണെന്നുള്ളൊരു ആശയമാണ് പ്രധാനമായിട്ട് നിങ്ങൾ കൺവേ ചെയ്യേണ്ടത്. അതിനുള്ള മുന്നോടിയായിട്ടാണ് നമ്മൾ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വേസ്റ്റ് ഉണ്ടാക്കാതിരിക്കുക, വേസ്റ്റ് ഉണ്ടാക്കുന്നത് കുറയ്ക്കുക, മാലിന്യം കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുക. ഈ ഒരു സംസ്കാരം എല്ലാവരിലും വളർത്തിയെടുക്കേണ്ടതും സ്റ്റാഫായാലും സ്റ്റുഡൻസ് ആയാലും മറ്റുള്ള ആൾക്കാരായാലും വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളത്. ഇതെന്തിനാ വലിച്ചെറിയുന്നേ? എടി മണ്ടി, പേപ്പർ ഗ്ലാസ് ആണെങ്കിൽ ഒരു തവണയല്ലേ ഉപയോഗിക്കാൻ പറ്റൂ. ചില്ല് ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ കുറെ തവണ ഉപയോഗിക്കാം, റീയൂസ് ചെയ്യാം. പണ്ട് ഗവൺമെന്റ് നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗ് കത്തിക്കുന്നത് പോലെയാണ് 2 പേപ്പർ കപ്പ് കത്തിക്കുന്നത്. ഈ പേപ്പർ കപ്പ് എന്ന പേരിൽ നമ്മളെ പറ്റിച്ച് നമ്മളെ കൊണ്ട് പ്ലാസ്റ്റിക് യൂസ് ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ് ഈ പേപ്പർ കപ്പ് ഉപയോഗം കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നത്. Energy production and recycling. A. Composting organic waste. Convert food waste into biogas. B. Recycling facilities. Partnership with local recycling agencies to process recyclable materials. C. Proper disposal of hazardous waste. Ensure safe disposal of hazardous materials such as batteries, electronics, and chemicals. കോളേജില് ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ കോളേജ് ഒരു ബിൽഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളായിട്ടോ കാണുന്നതിന് പകരം ഇത് നമ്മുടെ ഒരു രണ്ടാമത്തെ വീടായിട്ട് കാണുകയും ഇവിടെ മാലിന്യം കഴിവതും കുറയ്ക്കുകയും അത്യാവശ്യം ഉപയോഗിക്കേണ്ടി വന്നാൽ അത് റീയൂസ് ചെയ്യുക, റീയൂസ് റീസൈക്കിൾ എന്നുള്ള സംസ്കാരം അത് നമുക്കൊരു പ്രതിജ്ഞയായി കൊണ്ടുപോകാം. അപ്പോൾ ഈ മാലിന്യ പ്രവർത്തനത്തിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് നിർത്തേണ്ടതല്ല, ഇത് തുടർന്നു പോകേണ്ടതാണെന്നുള്ളതാണ് വളരെ പ്രധാന കാര്യം. ഇത് നിരന്തരം കൊണ്ടുപോകേണ്ട ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ ഒരു മാലിന്യ മുക്ത ക്യാമ്പസ് എന്നുള്ള അതിൻ്റെ ഒരു പ്രധാന ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടത് വിദ്യാർത്ഥികളാണ്. അതിനോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവും, അധ്യാപകരും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരും കൂട്ടായി ഉണ്ടാവും. ആരുടെ ഭാഗത്തു നിന്നും ഈ സംസ്കാരത്തിനെതിരെ ഒരു പ്രവർത്തനം കോളേജ് ക്യാമ്പസിൽ ഉണ്ടായാൽ അവരെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഈ കോളേജിലെ എല്ലാവർക്കും, വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഈ പ്രോജക്റ്റിന്റെ, നമ്മുടെ നല്ലൊരു ഭാവിക്കായി ഉള്ള ഈ ഒരു പ്രോജക്റ്റിന്റെ വിജയത്തിനായി, അതിൻ്റെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിനായി നിങ്ങളെ ഏവരെയും ഈ പ്രോജക്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീണ്ടും ഈ മാലിന്യമുക്ത കേരളം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്നത് നമ്മളുടെ വേസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് അവിടെ വരുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്.
പിന്നെ സെക്കൻഡ് വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുപ്പിച്ചില്ലുകളോ അല്ലെങ്കിൽ പിന്നെ ചെരുപ്പ് അങ്ങനെയുള്ള വേസ്റ്റുകളാണ് നമ്മൾ രണ്ടാമത്തെ രീതിയിലുള്ള വേസ്റ്റ് കണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡ് വേസ്റ്റ് ആണ് മൂന്നാമത്തെ വേസ്റ്റ്. Education and awareness. A. Conduct workshops and seminars. Educate students, faculty, and staff about proper waste management practices. B. Posters and signage. Display informative posters and signs to promote waste reduction and segregation. C. Collaborate with student organizations. Engage with environmental clubs and student organizations. അസൈൻമെന്റ് ഇന്ന് വെക്കണ്ടേ? അസൈൻമെന്റ് ഇന്ന് വെച്ചില്ല, നാളെ ഇത് വേണമെങ്കിൽ വേഗം വെച്ച മോളെ. ആഹാ, നീ ഇതെപ്പോഴാ നന്നായേ? ഈ ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്താൽ തന്നെ എന്തൊരു എനർജി നമുക്ക് സേവ് ചെയ്യാം. നിനക്കറിയോ, നമ്മുടെ ഭാരതത്തിൽ ഭൂരിഭാഗവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തെർമൽ പവർ പ്ലാന്റ് വഴിയാണ്. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ അന്തരീക്ഷത്തിൽ കലരുന്നത്. അത് ഗ്ലോബൽ വാർമിങ്ങിനും ശരിയാ. കേരള ഗവൺമെൻറ്റിൻ്റെ ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ ഇവിടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഓരോ വ്യക്തികളും ഈ ക്യാമ്പസിൽ വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഓരോ വ്യക്തികളും ഇതിനായി പ്രയത്നിക്കേണ്ടി വരും. നമ്മളുടെ ക്ലീനിങ് സ്റ്റാഫുകൾ മാത്രം പ്രയത്നിച്ചാൽ യാതൊരു എഫക്റ്റും ഇതിനുണ്ടാക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഈ കോളേജിലുള്ള ഓരോ വ്യക്തിയും ഇതിനായി പ്രവർത്തിക്കണം. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് തരംതിരിക്കലാണ്. ഫുഡ് വേസ്റ്റും മറ്റുള്ള വേസ്റ്റും തമ്മിൽ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്ന വേസ്റ്റ് അവരെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് ക്ലീൻ വേസ്റ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും തമ്മിൽ മിക്സാക്കാൻ പാടില്ല. ഓരോ വേസ്റ്റും തരംതിരിച്ച് ഓരോ ബിന്നിൽ അതിനുവേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ബിന്നുകളിലാണ് നിക്ഷേപിക്കേണ്ടത്. എല്ലാവരുടെയും സഹകരണത്തോടെ മാത്രമേ ഈ മിഷൻ നമ്മുടെ പരിപൂർണതയിൽ എത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിക്കൽ അല്ലെങ്കിൽ ഇത് തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മറ്റുള്ള പൊതുജനങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം മാതൃകയാക്കാൻ കൂടി സാധിക്കുന്നതാണ്. Monitoring and evaluation. A. Regular waste audit. Conduct audits to access waste generation, segregation, and disposal. B. Set targets and benchmarks. Establish goals for waste reduction, recycling, and composting. C. Continuously improve and adapt. Refine waste management strategies based on audit results and feedback. ദേ ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ. കേരളത്തിലെ വിവാഹങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി. പാരിസ്ഥിതിക ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ വിവാഹ സത്കാരങ്ങളിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിക്കരുത്. ചെറിയ പ്ലാസ്റ്റിക് കുപ്പികൾ ദോഷം വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞ കോടതി ഔദ്യോഗിക പരിപാടികളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നും കൂട്ടിച്ചേർത്തു. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഈ ഹൈക്കോടതി വിധി നമുക്കും ബാധകല്ലേ? എന്താ സംശയം, നമ്മളും ഈ ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആ മാലിന്യ കൂമ്പാര എന്ന് വിചാരിച്ച ആ ജീവി എത്ര നല്ല സന്ദേശം നൽകിയത്. നമ്മളെല്ലാരും ആത്മാർത്ഥമായിട്ട് വിചാരിച്ച ഒറ്റ ദിവസം കൊണ്ട് ഈ ക്യാമ്പസിനെ വേസ്റ്റ് ഫ്രീ ക്യാമ്പസ് ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കണം. നമുക്കതിന് പ്രയത്നിക്കാം. നിന്റെ അഭിനയം കൊള്ളാം.
ദേ കണ്ടില്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും ഇടകലർത്തിയിട്ടിരിക്കുന്നത്. എടാ അത് അതിലിടല്ലേ. ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് വേർതിരിച്ച് അത് കഴുകിയിട്ട് വേണം പിന്നിലേക്ക് ഇടാൻ. ശരി. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എടി വൃത്തിയായി കഴുകുക. ഈ മാലിന്യം ഇതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് ആകെ ചിഞ്ഞ് ദുർഗന്ധം വരും. പിന്നെ അത് പിന്നീട് പ്രശ്നമാവും. ശരിയാ. ഹരിത നിയമങ്ങളിലൂടെ നല്ല ശുചിത്വം, അതാവട്ടെ നമ്മുടെ പുതിയ മുദ്രാവാക്യം. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി ക്യാമ്പസിൽ വലിച്ചെറിയുന്നത് ഞങ്ങൾ ഒഴിവാക്കും. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഞങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയും സർക്കാർ മാനദണ്ഡങ്ങൾ ഞങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യും. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ബാനറുകൾക്കായി ഞങ്ങൾ തുണി ഉപയോഗിക്കുകയും അലങ്കാരത്തിന് പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യും. മാലിന്യമുക്ത GECT ക്യാമ്പസിനായി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.